എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു. സഭ എന്താണെന്നുള്ളതിനെപ്പറ്റി വളരെ ലളിതമായി വിശദീകരിച്ചു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ്. ഒരു പാസ്റ്റർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ പരമ്പരയിൽ വളരെ ലളിതമായി വിശദീകരിച്ചിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ദൈവസഭയെപ്പറ്റി ഉള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും നിശ്ചയം. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പരമ്പര തുടക്കം മുതൽ കാണാൻ ശ്രമിക്കുക. ഒരു വാക്യം വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. എഫേസ്യർ 3:8 മുതൽ 11 വരെ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ പൗലോസിൻ്റെ ദൈവത്തിൻ്റെ മഹത്തായ രക്ഷാപദ്ധതി അല്ലെങ്കിൽ ഡിവൈൻ എറ്റേർണൽ പർപ്പസ് സംബന്ധിച്ച ഏറ്റവും ഗഹനമായ വചനങ്ങളാണ്. ഈ ഭാഗം പൗലോസിനെ ദൗത്യവും സഭയുടെ ദൈവിക സ്ഥാനവും ദൈവത്തിൻ്റെ നിത്യ യോജനയും വ്യക്തമാക്കുന്നു. ഇതിൽ 3 വലിയ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോസ്തോലൻ്റെ വിനയം, ക്രിസ്തുവിൻ്റെ അളവറ്റ സമ്പത്ത്, സഭയുടെ സാർവലൗകിക ദൗത്യം. ദൈവത്തിൻ്റെ നിത്യതാക്രമം അല്ലെങ്കിൽ എറ്റേണൽ പർപ്പസ് ഓഫ് ഗോഡ്. ഈ വചനങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. വചനം 8. എല്ലാവരിലും ഏറ്റവും ചെറുതായ എനിക്ക്. പൗലോസിൻ്റെ ആഴത്തിലുള്ള വിനയം നമുക്കിവിടെ കാണാം. പൗലോസ് ഒരു ആഴത്തിലുള്ള സത്യത്തെ സമ്മതിക്കുന്നു. പൗലോസ് ഒരിക്കൽ സഭയെ പീഡിപ്പിച്ചവനാണ്. പൗലോസ് അപ്പോസ്തലത്വം അർഹിച്ചില്ല. തൻ്റെ യോഗ്യതയാൽ ഒന്നും നേടിയില്ല. കൃപയാൽ മാത്രം വിളിക്കപ്പെട്ടവൻ എന്നതിനാൽ അവൻ വിനയത്തോടെ പറയുന്നു, ദൈവം ചെറുതായവരെ ഉയർത്തുന്നു. നമുക്കറിയാം, മോശെ സ്വയം യോഗ്യനല്ലെന്ന് കരുതി. ഗിദെയോൻ ഞാൻ ഏറ്റവും ചെറുതായവൻ എന്ന് പറയുന്നു. ദാവീദ് തൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഇളയവൻ. ദൈവം വിനയമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. ജാതികളെ ക്രിസ്തുവിൻ്റെ അളവറ്റ സമ്പത്ത് സുവിശേഷിപ്പാനും, ഗ്രീക്കിൽ പറഞ്ഞാൽ അൺട്രേസബിൾ റിച്ചസ്, മനുഷ്യർക്ക് തുടക്കവും അവസാനവും കണ്ടെത്താനാവാത്ത മഹത്വം. എന്താണ് ഈ സമ്പത്ത്? അതായത് ക്രിസ്തുവിലെ അപ്രമേയ ധനത്തിൽ ഉൾപ്പെടുന്നത് ഇതൊക്കെയാണ്: ക്ഷമ, നീതീകരണം, പുതിയ ജീവിതം, ദൈവപുത്രത്വം, വാഗ്ദത്തങ്ങളുടെ പാരമ്പര്യം,
സ്വർഗീയ പൗരത്വം, ക്രിസ്തു സങ്കല്പത്തിൽ പങ്കെടുക്കൽ, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ജീവിതം. ഇവിടെയാണ് പൗലോസ് പറയുന്നത്, ഈ അളവറ്റ നിധി ജാതികൾക്ക് അറിയിക്കുന്നതിന് ഞാൻ അയക്കപ്പെട്ടു. എഫേസ്യർ 3:9 ഇങ്ങനെ പറയുന്നു, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പഴയ നിയമമായിരുന്നാലും പുതിയ നിയമമായിരുന്നാലും വ്യവസ്ഥ ഒന്നേയുള്ളൂ, വിശ്വാസം. നമുക്കെല്ലാവർക്കും അറിയാം, മോശയുടെ കാലത്ത് ദൈവം ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ് വ്യവസ്ഥ. എന്നാൽ വിശ്വാസം അതല്ല. നമുക്കറിയാം, മോശയേക്കാൾ 430 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം സംശയിക്കാതെ, എന്തിനെന്ന് ചോദിക്കാതെ, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ സംക്രമണം അല്ലെങ്കിൽ മാറിപ്പോകൽ, മാറിച്ചെല്ലൽ, ഒരു കൈമാറ്റം അല്ലെങ്കിൽ പരിവർത്തനം നടക്കേണ്ടതായ ആവശ്യമുണ്ട്. അതായത് ന്യായപ്രമാണത്തിൽ നിന്നും അല്ലെങ്കിൽ വ്യവസ്ഥയിൽ നിന്നും വിശ്വാസത്തിലേക്കുള്ള ഒരു മാറ്റം, ഒരു പരിവർത്തനം. ട്രാൻസിഷൻ ഫ്രം ദാസി ടു ഭാര്യ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ, ദാസി എന്ന് പറഞ്ഞാൽ പഴയ നിയമം, ഭാര്യ എന്ന് പറഞ്ഞാൽ സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്നും മാറിയിട്ട് പുതിയ നിയമത്തിൻ്റെ സഭയിലേക്ക് മാറണം എന്ന് അർത്ഥം. ദാസി എന്ന് പറയുമ്പോൾ അവകാശിയല്ല, എന്നാൽ ഭാര്യ അവകാശിയാണ്. ദാസിയുടെ മക്കൾ അവകാശികളല്ല, എന്നാൽ ഭാര്യയുടെ മക്കൾ അവകാശികളാണ്. അതുകൊണ്ട് ദാസിയിൽ നിന്നും ഭാര്യയിലേക്ക് ഒരു മാറ്റം ആവശ്യമാണ്. ഇത് ഒരു ഉദാഹരണ സമേതം വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കാരണം ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. എൻ്റെ കുടുംബത്തിലെ കാര്യം തന്നെ ഒരു ഉദാഹരണമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കുക. എൻ്റെ ഇളയ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു ബീഹാറി പെൺകുട്ടിയെയാണ്. ആ പെൺകുട്ടിയുടെ പേര് കരുണാനിധി. ഈ കുട്ടിയുടെ മാതാവും എൻ്റെ ഭാര്യയും ഒരേ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അത് കാരണം ഈ പൈതലിൻ്റെ ചെറുപ്പം മുതൽക്ക് തന്നെ ഞങ്ങൾക്ക് പരിചയക്കാരായിരുന്നു. ഈ പൈതൽ എന്നെ അങ്കിൾ എന്നായിരുന്നു വിളിച്ചു വന്നത്. അന്ന് ആ പൈതലിൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ പരിചയക്കാർ എന്ന നിലയിലുള്ള ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കരുണാനിധി എൻ്റെ മരുമകളായി വന്നപ്പോൾ മുതൽ എന്നെ പപ്പ എന്നാണ് വിളിക്കുന്നത്. അങ്കിളിൽ നിന്ന് പപ്പായിലേക്ക് ഒരു ട്രാൻസിഷൻ, ഒരു സംക്രമണം, ഒരു മാറിച്ചെല്ലൽ, ഒരു പരിവർത്തനം അവിടെ നടന്നു. കാരണം എന്നെ അങ്കിൾ എന്ന് വിളിച്ചിരുന്നപ്പോൾ ആ കുട്ടി അന്യയായിരുന്നു. അതുകൊണ്ട് എൻ്റെ സ്വത്തിനോ മറ്റു വസ്തുക്കൾക്കോ ഒന്നും അവകാശി ആയിരുന്നില്ല. എന്നാൽ എൻ്റെ മകൻ ആ കുട്ടിയെ വിവാഹം ചെയ്തപ്പോൾ, എൻ്റെ കുടുംബത്തിലേക്ക് ആ കുട്ടി വന്നപ്പോൾ, അങ്കിൾ എന്ന വിളിയിൽ നിന്ന് മാറി പപ്പ എന്ന വിളിയിലേക്ക് ഒരു ട്രാൻസിഷൻ നടന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിഗതികൾ ആകെ മാറി. ഈ മാറ്റം നടന്നപ്പോൾ യാന്ത്രികമായി തന്നെ എൻ്റെ സ്വത്തിൻ്റെയും മറ്റു വസ്തുക്കളുടെയും കൂട്ടവകാശിയായി മാറി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്യരായിരുന്നപ്പോൾ നമ്മൾ ആരുമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മളിലൊരു ട്രാൻസിഷൻ നടന്നപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീർന്നു.
മക്കളെങ്കിൽ അവകാശികളാണ്. കുറച്ച് വചനങ്ങൾ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പൊതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്താൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്ത് നിന്ന് നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്കുള്ള പ്രവേശനം ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ആദ്യം നമുക്ക് ഈ വാക്യങ്ങളുടെ അകത്ത് അടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് വിശദീകരണത്തിലേക്ക് പോകാം. ഈ വേദഭാഗം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൗലോസിൻ്റെ ഏറ്റവും ആഴമുള്ള വെളിപ്പാടുകളിൽ ഒന്നാണ് ഈ ഭാഗം. ഇവിടെ മനുഷ്യരിൽ ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ, വൈരാഗ്യം, ദൈവത്തിങ്കിൽ നിന്നുള്ള അകലം എന്നിവയെ ക്രിസ്തുവിലൂടെ എങ്ങനെ ദൈവം നീക്കിക്കളഞ്ഞു എന്നും വിശ്വാസികളെ ഒന്നാക്കി ഒരു ആത്മീയ കുടുംബമാക്കി എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. വാക്യം 14 നോക്കിയാൽ അവൻ തന്നെയാണ് നമ്മുടെ സമാധാനം. ഇതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണ്? യേശുവിനെ സമാധാനത്തിൻ്റെ ഉറവിടം മാത്രമല്ല, സമാധാനം തന്നെയാണ് എന്ന് പറയുന്നു. മനുഷ്യൻ മനുഷ്യനോടും മനുഷ്യൻ ദൈവത്തോടും ഉള്ള ബന്ധത്തിൽ വൈരാഗ്യം നിറഞ്ഞിരുന്നു. ഈ രണ്ടിനെയും ചേർത്ത് ഒരു പുതിയ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ്. ഒരാളെ മറ്റൊരാളിൽ നിന്ന് വേർതിരിച്ചിരുന്ന പ്രാകാരം അവൻ ഇടിച്ചു കളഞ്ഞു. എല്ലാം സൂചിപ്പിക്കുന്ന പ്രാകാരം എന്നത് യെരുശലേം ദേവാലയത്തിലെ ജാതികളെ യഹൂദരിൽ നിന്ന് വേർതിരിച്ച മതിൽ, നിയമവും ആചാരങ്ങളും സൃഷ്ടിച്ചിരുന്ന മതിൽ, പാപം സൃഷ്ടിച്ച ദൈവത്തോടുള്ള അകൽച്ചയാകുന്ന മതിൽ. ക്രിസ്തു ഈ എല്ലാ മതിലും ഇടിച്ചു നീക്കി. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള വിശദീകരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിൽ എഴുതി അറിയിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.